കയ്യിൽ ചിത്രപ്രിയയുടെ പേര് വരഞ്ഞിട്ടു. ശല്യം സഹിക്കവയ്യാതെ ചിത്രപ്രിയ താക്കീത് ചെയ്തതോടെ അലൻ പ്രകോപിതനായെന്ന് പോലീസ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും എൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഈ പയ്യൻ ഇത്ര അധികം പുറകെ നടന്ന് ശല്യം ചെയ്തത്, പ്രേമത്തിലല്ല, ജസ്റ്റ് ആൺസുഹൃത്തല്ല, അവർ നല്ല ടേംസിലല്ല എന്ന് പറയുന്ന സമയത്തും ഇത്ര അധികം പുറകെ നടന്ന് ശല്യം ചെയ്യുന്ന ഒരു പയ്യൻ, അതായത് അത്രയും പൊറുതിമുട്ടിയിട്ടുള്ള ഒരു പയ്യൻ്റെ കൂടെ രാത്രി 2 മണിയാകുമ്പോൾ ഈ പെൺകുട്ടി എന്തിന് ബൈക്കിൽ പോയി എന്നുള്ള ആ ഒരു ചോദ്യം അവിടെ നിലനിൽക്കുന്നു അല്ലേ? ആ കുട്ടിയാരാ? അപ്പോൾ അങ്ങനത്തെ അത്രയും പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ ഇങ്ങനത്തെ ഒരു പയ്യൻ്റെ കൂടെ ആ പെൺകുട്ടി ബൈക്കിൽ പുറകെ പോവോ? ഇതേ ചോദ്യം തന്നെയാണ് കമൻറ്റ് ബോക്സിലും ഈ ഒരു ന്യൂസിനെ റിയാക്ട് ചെയ്തുകൊണ്ട് പല ആൾക്കാരും ചോദിച്ചിട്ടുള്ളത്. നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നോക്കൂ, നമ്മൾ 2 ദിവസമായിട്ട് മീഡിയയിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് മലയാറ്റൂർ 19 വയസ്സുള്ള ചിത്രപ്രിയ എന്ന് പറഞ്ഞിട്ടുള്ള ബാംഗ്ലൂർ ഏവിയേഷൻ പഠിക്കുന്ന ഒരു പെൺകുട്ടി അലൻ എന്ന് പറഞ്ഞിട്ടുള്ള തൻ്റെ ആൺ സുഹൃത്തിനാൽ അതിദാരുണമായി തലക്കടിച്ച് കൊല്ലപ്പെട്ടു അല്ലേ? ഈ കുട്ടി മിസ്സിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഒരു തോട്ടത്തു നിന്ന് ദുർഗന്ധം വരുന്നത് കണ്ടിട്ട് നാട്ടുകാർ കണ്ടിട്ടൊക്കെയാണ് ആ കുട്ടിയെ കണ്ടെടുത്തിട്ടുള്ളത് അല്ലേ? ഒരു ഇടത്തരം ഫാമിലിയിൽ ജനിച്ചിട്ടുള്ള കുട്ടിയാണ്. ഒരു ബ്രദർ ഉണ്ടെന്നുള്ളതാണ് ന്യൂസിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ അച്ഛനമ്മമാരുടെ വിഷയം, പിന്നെ സിമിലർ കേസസ്, ഇന്നത്തെ കുട്ടികളുടെ സ്വഭാവമാറ്റം, അവർ തിരഞ്ഞെടുക്കുന്ന സൗഹൃദങ്ങൾ, ഇതെല്ലാം റിലേറ്റഡ് ആയിട്ട് ഞാനൊരു വീഡിയോനെ കുറിച്ച് ചെയ്തിരുന്നു. വിഷയം ഒരുവിധം എല്ലാവർക്കും അറിഞ്ഞിട്ടുണ്ടായിരിക്കാം ഇന്നലത്തെ സ്റ്റേറ്റസ് വെച്ചിട്ട്. പക്ഷെ ഇന്നിപ്പോൾ ഞാൻ ഈ ഒരു വിഷയം വീണ്ടും ചർച്ചയ്ക്ക് എടുക്കാൻ കാരണം, ഇന്നലെ നമ്മൾ സംസാരിച്ചത് അല്ലെങ്കിൽ ഇന്നലെ ന്യൂസ് ചാനൽസിലൂടെ നമ്മൾ കേട്ട വിഷയമല്ല ഇന്ന് പുറത്തേക്ക് വന്നിട്ടുള്ളത്. ഒരുപാട് പുതിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ അല്ലേ എന്നുള്ളൊരു വിഷയങ്ങളാണ് ഇന്ന് ഞാൻ ന്യൂസിലൂടെ കേട്ടിട്ടുള്ളത്. അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങൾ കേൾക്കുന്ന സമയത്തും ചില ചോദ്യങ്ങൾ അവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. അത് പല പ്രേക്ഷകരും ചോദിക്കുന്നുണ്ട്. എനിക്ക് മനസ്സിൽ തോന്നിയിട്ടുള്ള പല ക്വസ്റ്റ്യൻസ് ഇതിൽ ബാക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ കാണാനുള്ള കാരണം. നമുക്ക് നമ്മൾ കണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഏവിയേഷന് പഠിക്കുന്നൊരു കുട്ടി നാട്ടിൽ വരുന്നു, വീട്ടിൽ ഉള്ള ഉത്സവത്തിന് വേണ്ടി പങ്കെടുക്കാൻ വേണ്ടി വരുന്നു. താലപ്പൊലി എടുത്തതിന് ശേഷം അമ്മയൊക്കെ വീട്ടിൽ പോയപ്പോൾ രാത്രി ഇതിനെ CCTV ദൃശ്യത്തിൽ കണ്ടത് 2 മണിക്കാണ് അല്ലേ? അപ്പോൾ 2 മണിക്ക് ഈ ഒരു പെൺകുട്ടി എന്തിനാണ് ഒരു ആൺസുഹൃത്തിൻ്റെ കൂടെ പോകുന്നത് സിറ്റുവേഷൻ ഒരുപാട് പേര്, ഞാൻ അതിനെക്കുറിച്ച് ചോദ്യം ചെയ്തിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചത് ഒരുപാട് പേര് എന്നോട് എതിർക്കും എന്നുള്ളതാണ്. കാരണം വെച്ചാൽ ഇന്നത്തെ കാലത്ത് എന്തുകൊണ്ട് കുട്ടികൾക്ക് പുറത്തേക്ക് പോയിക്കൂടാ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരെ ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ ഞാൻ അവതരിപ്പിച്ചു അങ്ങനെ തന്നെയാണ്. കാരണം വെച്ചാൽ ഒരു രക്ഷിതാവ് എന്നുള്ള കണ്ടീഷനിൽ ആ ഒരു ടെൻഷൻ പങ്കുവെച്ചിട്ട് തന്നെയാണ് ഞാനിത് ഒരു പെൺകുട്ടിയുടെ പിന്നെ അച്ഛൻ അമ്മമാർക്ക് തോന്നുന്ന ആ ഒരു ടെൻഷനാണ് നിങ്ങളുടെ ആ ഒരു ടെൻഷനാണ് ഞാൻ പ്രകടിപ്പിച്ചിട്ടുള്ളത് അല്ലേ? നിങ്ങൾ ആ വീഡിയോ കണ്ട ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരിക്കും. നിങ്ങൾ എന്താണ് ഈ വിഷയത്തെക്കുറിച്ച് എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഇതെന്താ പറയാൻ കാരണം വെച്ചാൽ, രാത്രി 2 മണിയാകുമ്പോൾ ഈ കുട്ടി ഈ ബൈക്കിൽ പോകുന്ന CCTV ദൃശ്യം, അതിൻ്റെ കൂടെ വേറൊരു ബൈക്കിൽ 2 പേരും, അതൊരു പെണ്ണുമാണോ എന്നൊരു സംശയമുണ്ട്. ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നല്ലൊരു വീഡിയോ ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ ഈ കുട്ടി പിന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഈ കുട്ടി ലഹരി ഉപയോഗിച്ചിരുന്നു. ഇവനും മദ്യലഹരിയിലായിരുന്നു. ഈ കുട്ടിയും ലഹരി ഉപയോഗിച്ചിരുന്നു എന്നാണ് ന്യൂസിൽ പുറത്തേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഏതൊരു വ്യക്തിയും അതിനെ ചോദ്യം ചെയ്യും. ഇന്നത്തെ കുട്ടികൾ ആ രീതിയിലാണ് കാര്യങ്ങൾ. എന്തായാലും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇന്ന് പുറത്ത് വരുന്നൊരു ന്യൂസ് ഉണ്ട്. അത് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ പോലീസ് ഡയറിയിലാണ്. അത് ക്രൈം പെട്രോൾ അങ്ങനത്തെ ഇത് പറയുന്ന ഒരുവിധം എല്ലാ ചാനൽസും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു ക്ലിപ്പ് പ്ലേ ചെയ്യാൻ പോകുന്നത് പോലീസ് ഡയറി എന്നാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ഞെട്ടിക്കുന്ന രീതിയിൽ വരുന്ന ഒരു വിവരം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മൾ ഓൾറെഡി ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ അതിൽ ചേഞ്ച് എന്തെങ്കിലും വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമുക്കൊരു ഞെട്ടൽ വരുമല്ലോ. ഇത് നോക്കൂ, ഇവർ ഈ ന്യൂസിൽ പറയണമെന്ന് വെച്ചാൽ, ഈ പെൺകുട്ടിയെ ഇവൻ ഒരുപാട് ശല്യം ചെയ്തിരുന്നു. ഇവർ 2 പേരും ഇഷ്ടത്തിലായിരുന്നു. ഇവൻ്റെ കൂടെ രാത്രി 2 മണിക്ക് പോയ ഒരു പെൺകുട്ടി എന്നുള്ള കണ്ടീഷനിലാണ് ഈ കുട്ടിയെയും മാതാപിതാക്കളെയും എല്ലാവരും കുറ്റപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു ന്യൂസ് കേട്ടാൽ എന്താ വെച്ചാൽ, ഈ പെൺകുട്ടിയെ ഇവൻ നിരന്തരമായിട്ട് ശല്യം ചെയ്തിരുന്നു. സ്വന്തം ശരീരത്തിൽ ഇവളുടെ കത്തി അതുകൊണ്ടൊക്കെ ഇവളുടെ പേര് എഴുതിയിരുന്നു. അതായത് പുറകെ നടന്ന് ശല്യം ചെയ്യുന്ന ഒരു സൈക്കോപാത്തായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു ഈ അലൻ എന്ന് പറഞ്ഞവൻ. അവൻ്റെ വലയിൽ അകപ്പെടാതെ ഇവിടുന്ന് രക്ഷപ്പെട്ടൊരു പെൺകുട്ടിയാണ് ഈ ചിത്രപ്രിയ. പിന്നെ ആ കുട്ടി നാട്ടിലേക്ക് വന്ന സമയത്ത് ഇവൻ്റെ ശല്യം സഹിക്കാൻ വയ്യാണ്ടായിട്ട് രാത്രി ഇവൻ ഇതിനെ പറ്റിച്ചിട്ട്, അതായത് നമുക്ക് പറഞ്ഞ് സംസാരിക്കാം എന്നുള്ള രീതിയിൽ പറ്റിച്ചിട്ട് വിളിച്ചു കൊണ്ടുപോയി എന്നിട്ട് കൊന്നു, എന്നിട്ട് ലഹരി കൊടുത്ത് മയക്കി കൊന്നു എന്നുള്ളൊരു ന്യൂസാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഞാൻ ആ ന്യൂസ് ക്ലിപ്പ് ആദ്യം പ്ലേ ചെയ്യാം, എന്നിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാം. മലയാറ്റൂരിലെ 19 വയസ്സുകാരി ചിത്രപ്രിയയെ ആൺസുഹൃത്ത് അലൻ തലക്കടിച്ച് കൊന്നത് കൃത്യമായ ആസൂത്രണത്തോടെയെന്ന് പോലീസ്. പെൺകുട്ടിക്ക് ലഹരി നൽകിയായിരുന്നു കൊലപാതകമെന്നും സംശയമുണ്ട്. രണ്ടുപേരും സംശയമാണ്. 2 പേരും മദ്യപിച്ചിരുന്നു എന്നുള്ളൊരു ന്യൂസ് ഇന്നലെ പുറത്തു വന്നിരുന്നു കേട്ടോ.
മുൻപ് ഇരുവർക്കുമിടയിൽ രൂക്ഷമായ തർക്കമുണ്ടായതായും പോലീസ് പറയുന്നു. നേരത്തെ മുതലേ ശല്യം. ഇന്നലെ വന്ന ന്യൂസ് എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടിയുടെ മൊബൈലിൽ ഇതിൻ്റെ മറ്റ് സുഹൃത്തുക്കളുടെ ഫോട്ടോസ് പല ചാനൽസും റിപ്പോർട്ട് ചെയ്ത് കണ്ടു, വേറുള്ള രീതിയിലുള്ള വീഡിയോയും ഫോട്ടോ ഒക്കെ കണ്ടു എന്നുള്ളത്. അത് നമ്മൾ ആധികാരികമായിട്ട് നമ്മൾ അതിനെക്കുറിച്ച് കേട്ടിട്ടില്ല. അപ്പോൾ ഇതുപോലെ ഫോട്ടോ കണ്ടു, അതിൻ്റെ എക്സ്പ്ലനേഷൻ ഈ കുട്ടിക്ക് കൊടുക്കാൻ പറ്റിയില്ല. അതിപൊസസീവായിട്ടുള്ള സൈക്കോ മനോഭാവമുള്ള ഇവൻ തലക്കടിച്ച് കൊന്നു. ഇതായിരുന്നു ഇന്നലെ വന്നിട്ടുള്ള നറേറ്റീവ്. ചെയ്ത അലനെ പെൺകുട്ടി അകറ്റി നിർത്തിയിരുന്നതായി ബന്ധുക്കൾ പറഞ്ഞു. സ്കൂൾ പഠനകാലത്തെ ചിത്രപ്രിയയെ അറിയാമായിരുന്നു അലന്. അടുക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ അലനെ പെൺകുട്ടി അകറ്റി നിർത്തി. മികച്ച വോളിബോൾ പ്ലെയറായ ചിത്രപ്രിയ പിന്നീട് കോലഞ്ചേരിയിലെ സ്കൂളിലേക്ക് മാറി. അപ്പോഴും അലൻ പിന്തുടർന്നു. ഒടുവിൽ ബംഗളൂരുവിൽ പഠനത്തിന് ചേർന്നപ്പോഴും അലൻ ഫോൺ വിളി തുടർന്നു. ബ്ലേഡ് കൊണ്ട് കയ്യിൽ ചിത്രപ്രിയയുടെ പേര് വരഞ്ഞിട്ടു. ശല്യം സഹിക്കവയ്യാതെ ചിത്രപ്രിയ താക്കീത് ചെയ്തതോടെ അലൻ പ്രകോപിതനായെന്ന് പോലീസ്. ഇതല്ലായിരുന്നു ഇന്നലത്തെ നറേറ്റീവ് കേട്ടോ. അയ്യോ, ഞാനിത് കേൾക്കുന്ന സമയത്ത് നമുക്കെന്നെ വിഷമം തോന്നിപ്പോവും. അത്രയും വോളിബോൾ പ്ലെയർ, 19 വയസ്സ് വരെ ആ കുട്ടി ജീവിച്ചുള്ളൂ. എത്രത്തോളം ഭാവിയുള്ളൊരു കുട്ടിയാണ് അല്ലേ. ഞാൻ അത് ഇന്നലെ പറഞ്ഞതിൽ ഞാൻ അതിൽ തന്നെ നിൽക്കുന്നു. രക്ഷിതാക്കളെ ശ്രദ്ധക്കുറവുണ്ട് ഇതിൽ കേട്ടോ. നാട്ടിലെത്തിയ പെൺകുട്ടിയെ എല്ലാം പറഞ്ഞു തീർക്കാമെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് ശനിയാഴ്ച ബൈക്കിൽ കയറ്റി കൊണ്ടുപോയത്. വീട്ടുകാർ എതിർക്കുമെന്നതിനാൽ ആരോടും പറയാതെ ചിത്രപ്രിയ അലനൊപ്പം പോയി. മലയാറ്റൂരിലെ നക്ഷത്ര തടാകത്തിനടുത്ത് ഇരുവരും തർക്കിക്കുന്നതായി ചിലർ കണ്ടെന്നും പോലീസ് സൂചന നൽകി. അവിടെ നിന്നാണ് കൊല നടന്ന സെബിയൂർ കുരപ്പള്ളി കയറ്റത്തിലേക്ക് പെൺകുട്ടിയെ കൊണ്ടുപോയത്. പെൺകുട്ടിക്ക് ലഹരി നൽകിയായിരുന്നു കൊലപാതകമെന്ന് ബന്ധുക്കൾ സംശയിക്കുന്നു. ഒറ്റപ്പെട്ട സ്ഥലമായതിനാൽ ചിത്രപ്രിയ നിലവിളിച്ചിട്ടും ആരും കേട്ടില്ല. കല്ലുകൊണ്ട് തലയ്ക്ക് പിന്നിൽ ചെവിക്കരികിൽ ഇടിക്കുകയായിരുന്നു. ശക്തമായ ഇടിയിൽ പെൺകുട്ടി ബോധമറ്റു വീണതോടെ അലൻ ഓടി രക്ഷപ്പെട്ടു. ആ സമയം നാട് മുഴുവൻ ചിത്രപ്രിയയ്ക്കായുള്ള തെരച്ചിലായിരുന്നു. അലനെയും പോലീസ് ചോദ്യം ചെയ്തെങ്കിലും തനിക്ക് അറിയില്ലെന്ന് പറഞ്ഞതോടെ വിട്ടയച്ചു. ചൊവ്വാഴ്ച വൈകിട്ട് ചിത്രപ്രിയയുടെ മൃതദേഹം കണ്ടതോടെയാണ് വീണ്ടും അലനിലേക്ക് പോലീസ് എത്തിയത്. കസ്റ്റഡിയിലെടുത്തുള്ള ചോദ്യം ചെയ്യലിൽ താൻ കൊല്ലാൻ തന്നെയാണ് ചിത്രപ്രിയയെ ബൈക്കിൽ കയറ്റി കൊണ്ടുപോയതെന്ന് പ്രതി സമ്മതിച്ചതായി പോലീസ്. ഫോൺ പരിശോധിച്ചതിൽ നിന്ന് ഇരുവർക്കുമിടയിൽ രൂക്ഷമായ തർക്കം നിലനിന്നിരുന്നതായി വ്യക്തമായി. കുറച്ച് CCTV-കളും കുട്ടീന്റെ ബാക്കിയുള്ള ഫ്രണ്ട്സിന്റെ കോൺടാക്ട് ഡീറ്റെയിൽസും ഫോണും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സയന്റിഫിക് എക്സാമിനേഷനും സാമ്പിൾസ് ഒക്കെ ഫോറൻസിക് എക്സാമിനേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന് വരുന്ന മുറയ്ക്ക് ഇൻവെസ്റ്റിഗേഷന്റെ ഫർദർ എന്താ കാര്യങ്ങളൊക്കെ ഉണ്ട്, വേറെ ആരെങ്കിലും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ, ബാക്കി എന്തെങ്കിലും തെളിവുകളുണ്ടോ എന്നെല്ലാം നോക്കുന്നുണ്ട്. സംഭവത്തിൽ കൂടുതൽ പ്രതികളില്ലെന്ന് പോലീസ് പറയുമ്പോഴും കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ സംശയം അവശേഷിക്കുകയാണ്. മൃതദേഹത്തിനരികിൽ നിന്ന് ലഭിച്ച വാച്ചിലാണ് ദുരൂഹത. വാച്ച് അലന്റെയോ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടേതോ അല്ല. റിമാൻഡിലുള്ള അലനായി അടുത്ത ദിവസം തന്നെ പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും. തെളിവെടുപ്പും അന്ന് തന്നെ പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. വെരി അൺഫോർച്ചുനേറ്റ് എന്ന് മാത്രമേ നമുക്ക് പറയാൻ അറിയുള്ളൂ അല്ലേ. ഒന്ന് ആലോചിച്ച് കൊണ്ട് കൊല്ലാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ കുട്ടിയെ വിളിച്ചുകൊണ്ട് പോയതെന്ന്. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുള്ള വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം. ഈ മാതാപിതാക്കളെ ഇപ്പോൾ അവർ ആ മരിച്ച കുട്ടികൾ അവർ വീട്ടുകാർക്ക് പോയി. ഞാൻ മറ്റുള്ള ഒരു ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ കേട്ടോ. മാതാപിതാക്കളെ ഒരുപാട് ബ്ലെയിം ചെയ്യാനുണ്ട്. ഞാൻ ഇന്നലെ വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ ഈ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലേ സെറ്റ് ബാക്ക് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തത്. പക്ഷെ എന്നാലും നിങ്ങളത് മനസ്സിലാക്കി. കാരണം മാതാപിതാക്കൾ ഒരുപാട് പറയാനുണ്ട്. രാത്രി 2 മണിക്ക് ഒരു പെൺകുട്ടി, 19 വയസ്സുള്ളൊരു പെൺകുട്ടി ഒരു സുഹൃത്തിൻ്റെ കൂടെ, ആരുടെ കൂടെ ആയിക്കോട്ടെ, പറയാതെ വീട് വിട്ട് പോകാവുന്ന ആ ഒരു ചങ്കൂറ്റം ആ കുട്ടിക്ക് വന്നത് ആ ഒറ്റ കാര്യം കൊണ്ടാണ് അതിൻ്റെ ജീവിതം നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഞാൻ വീണ്ടും പറയുന്നു, മാതാപിതാക്കൾക്ക് ഒന്നും കൂടി ജാഗ്രത കാര്യങ്ങളിൽ പുലർത്തണം. കുട്ടികളുടെ കാര്യത്തിൽ അവർ ആരോട് സംസാരിക്കുന്നു, അവരെന്ത് ചെയ്യുന്നു, അവരുടെ മെയിനായിട്ട് അവരുടെ കൂട്ടുകെട്ടുകൾ എന്താണ്. സ്മാർട്ട് ഫോൺ ഇല്ലാത്തവരില്ല, ഞാൻ പറഞ്ഞത് വീണ്ടും റിപ്പീറ്റ് ചെയ്യല്ല. സ്മാർട്ട് ഫോൺ ഇല്ലാത്ത ആൾക്കാരില്ല, പക്ഷെ എന്നാലും കുട്ടികളില്ല. പക്ഷെ എന്താണ് അവർ ഈ ഒരു ഫോണിലൂടെ ചെയ്യുന്നത്, അവർ ആരോടൊക്കെ ബന്ധപ്പെടുന്നു, അവർ എന്തൊക്കെ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്നു, ഏത് രീതിയിലാണ് അവർ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് അന്വേഷിക്കുക എന്നുള്ളത് ഓരോ പാരൻറ്റിൻ്റെയും, അത് അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും അത് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പറഞ്ഞു കേട്ടിടത്തോളം പഠിക്കുന്നൊരു കുട്ടി ഏവിയേഷൻ പഠിക്കാൻ വേണ്ടി പോയി, വോളിബോൾ പ്ലെയറായിട്ടുള്ളൊരു കുട്ടി, എത്രത്തോളം ജീവിതം അതിന് ബാക്കിയുണ്ട്, അത്ര അതിന് അവർ ജീവിച്ച് കൊതി തീരും മുമ്പേ, അല്ലെങ്കിൽ അതിനെ കണ്ട് കൊതി തീരും മുമ്പേ അതിനെ ഇതുപോലത്തെ ആൾക്കാരുടെ കൈകളാൽ അത് മരണപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ സഹിക്കും അല്ലേ. യെസ്, എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യൂ. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്.